യുദ്ധത്തിന് ശേഷം യുഎഇയിലെ വിദ്യാലയങ്ങൾ അടുത്ത തിങ്കളാഴ്ച തുറക്കുമെങ്കിലും കുട്ടികളെ കൊണ്ടുപോകാൻ സ്കൂൾ ബസ്സുകൾ വരില്ല. സുരക്ഷാ പരിശോധനയും മറ്റു നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സ്കൂൾ ബസ്സുകൾ സർവീസ് ആരംഭിക്കൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ വിദ്യാർത്ഥികളെ എങ്ങനെ സ്കൂളിൽ അയക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് രക്ഷിതാക്കൾ. യുദ്ധത്തെ തുടർന്ന് ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയ യുഎഇയിലെ വിദ്യാലയങ്ങളിൽ തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള പഠനം ആരംഭിക്കാനാണ് യുഎഇ വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അനുമതി നൽകിയത്. കെജി, സ്കൂൾ ക്ലാസുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്കെല്ലാം തീരുമാനം ബാധകമാണെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് ഇന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ബസ്സുകളുടെ സുരക്ഷാ പരിശോധനകൾ പലതും പൂർത്തിയാക്കാനുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്നും ബസ് സർവീസ് തുടങ്ങാനുള്ള ഔദ്യോഗിക അനുമതിയും ലഭിക്കണം. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം അടുത്ത ഘട്ടത്തിൽ മാത്രമേ സ്കൂൾ ബസ്സുകൾ ഓടിത്തുടങ്ങൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ക്ലാസുകൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതിനാലും സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടതിനാലുമാണ് വിദ്യാലയങ്ങൾ തുറക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാലയങ്ങൾ തുറക്കുകയും സ്കൂൾ ബസ്സുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം രക്ഷിതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന രക്ഷിതാക്കളെ. കുട്ടികളെ എങ്ങനെ ക്ലാസുകളിൽ എത്തിക്കുമെന്നും ഉച്ചയ്ക്ക് ക്ലാസ് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരുമെന്നുമുള്ളതാണ് ആശങ്ക. അതേസമയം സ്കൂൾ ബസ് ഇല്ലാത്തതിനാൽ ഓൺലൈൻ ക്ലാസുകൾ തുടരാൻ ചില സ്കൂൾ മാനേജ്മെന്റുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓൺലൈൻ, ഓഫ്ലൈൻ എന്നിങ്ങനെ രണ്ടു രീതിയിലും ക്ലാസുകൾ തുടരാമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ചില മാനേജ്മെന്റുകൾ വിശദമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.